വെൽക്കം ടു എസ് അക്കാഡമി. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് 2016 വില്ലേജ് എക്സ്റ്റൻഷൻ ഓഫീസറിന് ചോദിച്ച അടുത്ത 5 ക്വസ്റ്റ്യൻസ് ആണ്. ആദ്യത്തെ ക്വസ്റ്റ്യനിലേക്ക് പോകാം. ക്വസ്റ്റ്യൻ നോക്കാം. 8.9 into 8.9 plus 2 into 8.9 into 1.1 plus 1.1 into 1.1. അപ്പൊ ഇത്തരം ക്വസ്റ്റ്യൻസിന്റെ ഒരു പ്രത്യേകത എന്താണ്? 8.9 into 8.9 എന്താണ്? 8.9 സ്ക്വയർ ആണ്. പ്ലസ് എന്താണ്? 2 into 8.9 into 1.1 1.1 into 1.1 എന്താണ്? 1.1 സ്ക്വയർ. അപ്പൊ ഇത് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ എന്ത് മനസ്സിലാവും? a plus b the whole സ്ക്വയറിന്റെ എക്സ്പാൻഡഡ് ഫോം ആണ് ഈ എഴുതിയിരിക്കുന്നത് അല്ലെ? അതെന്താണ്? a സ്ക്വയർ പ്ലസ് 2ab പ്ലസ് b സ്ക്വയർ അല്ലെ? ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ എന്ത് മനസ്സിലാവും? എയുടെ സ്ഥാനത്ത് ഇവിടെ എന്താണ്? 8.9 പ്ലസ് എന്താണ്? ബിയുടെ സ്ഥാനത്ത് 1.1 ഹോൾ സ്ക്വയറിന് ഈക്വൽ ആയിരിക്കും ഏത്? 8.9 into 8.9 അതായത് 8.9 സ്ക്വയർ പ്ലസ് 2 into 8.9 into 1.1 പ്ലസ് 1.1 into 1.1. അപ്പൊ ഇത് ചെയ്യുന്നതിന് വരെ എന്ത് ചെയ്താൽ മതി? ഇത്രയും ചെയ്താൽ മതി. ഇത് എത്ര? 10 സ്ക്വയർ ഈക്വൽ ടു 100 എന്നാണ് ആൻസർ വരുന്നത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. 1 16/9 വർഗ്ഗമൂലം എത്ര എന്നാണ് ചോദ്യം. അപ്പൊ ഈ ചോദ്യത്തിൽ എന്താ ചോദിച്ചിരിക്കുന്നത്? 1 16/9. അപ്പൊ ഇതിന്റെ എന്താണ്? സ്ക്വയർ റൂട്ട് കാണാനാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ ആദ്യം എന്ത് ചെയ്യുക? ഇതിനെ സാധാരണ ഫ്രാക്ഷനിലേക്ക് മാറ്റാൻ എന്ത് ചെയ്യണം? ഇത് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുക. അതായത് 1 into 16. പിന്നെ എന്ത് ചെയ്യുക? ന്യൂമറേറ്ററും തമ്മിൽ ആഡ് ചെയ്യുക. പ്ലസ് 9/16. അപ്പൊ എന്ത് വരും? 25/16 ആണ് മിക്സഡ് ഫ്രാക്ഷൻ മാറ്റുമ്പോൾ കിട്ടുന്നത്. ഇനി ഇതിന്റെ റൂട്ട് കാണാൻ എന്ത് ചെയ്താൽ മതി? ഈ ആൻസറിന്റെ റൂട്ട് കണ്ടാൽ മതി. മേളിലും താഴെ 25ന്റെ റൂട്ട് എത്രയാണ്? 5, 16ന്റെ 4. അപ്പൊ ഇതിനെ മിക്സഡ് ഫ്രാക്ഷനിലാക്കുമ്പോൾ എന്ത് ചെയ്യാം? 5/4 എന്ത് ചെയ്യും? 4, 1. അതായത് 1 എന്താണ്? 4-1 എന്ന് ആൻസർ കിട്ടും. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. 300 രൂപയുടെ എത്ര ശതമാനമാണ് 25 രൂപ എന്നാണ് ചോദ്യം. അപ്പൊ നമുക്ക് എത്ര ശതമാനം എന്ന് അറിയാത്തതുകൊണ്ട് അതൊരു എക്സ് ആണെന്ന് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെ എഴുതാം? 300 രൂപയുടെ എക്സ് ശതമാനം എത്രയാണ്? ഇൻറ്റു x/100 അല്ലെ? അത് എത്രയാണെന്ന് തന്നിട്ടുള്ളത്? 25. അങ്ങനെയാണെങ്കിൽ എക്സ് കാണാൻ എന്ത് ചെയ്യുക? ഇതെല്ലാം അപ്പുറത്ത് കൊണ്ടുപോയത് എക്സ് മാത്രം ഇവിടെ ഇടുക. എന്ത് വരും? ഇത് മേളിൽ അടിയിലുള്ള അപ്പുറത്ത് പോകുമ്പോൾ എന്താവും? മേളിൽ വരും 25 into 100. ഇവിടെയുള്ള 300 എവിടെ പോവും? അടിയിൽ പോവും 300 അല്ലെ? ഇതും വെട്ടിക്കളയുമ്പോൾ ബാക്കി എന്ത് വരും? 25/3. അപ്പൊ ഇതിനെ നമുക്ക് മിക്സഡ് ഫ്രാക്ഷൻ ആക്കാൻ എന്ത് ചെയ്യാം? 24/1. അതായത് എന്താണ്? ആൻസർ എന്ന് പറയുന്നത് 8/3 3/1 ശതമാനമാണ്. എന്ത്? 300ന്റെ 8/3 ശതമാനമാണ് 25 രൂപ. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഒരു ക്ലാസ്സിൽ ആൺകുട്ടികളും പെൺകുട്ടികളും തമ്മിലുള്ള അംശബന്ധം 4:5 ആണ്. പെൺകുട്ടികളുടെ എണ്ണം 20 ആയാൽ ആൺകുട്ടികളുടെ എണ്ണം കാണുക എന്നതാണ് ചോദ്യം. അപ്പൊ ഇവിടെ നമുക്ക് എന്ത് എഴുതാം? ആൺകുട്ടികളും പെൺകുട്ടികളും തമ്മിലുള്ള റേഷ്യോ തന്നിട്ടുണ്ട്. അതിനെ ഫ്രാക്ഷൻ ആക്കാൻ എന്ത് ചെയ്യാം? ആൺകുട്ടികൾ എത്ര ഉണ്ടാവും? 4/9 അല്ലെ? എന്താ അതിന്റെ ഫ്രാക്ഷൻ എടുക്കുക, എന്നിട്ട് രണ്ടും കൂടെ ആഡ് ചെയ്ത് അടിയിൽ എഴുതാം. അപ്പൊ അതുപോലെ പെൺകുട്ടികളുടെ ഫ്രാക്ഷൻ എന്ത് വരും? 5/9. അപ്പൊ ഇവിടെ എന്താ ചോദിച്ചിരിക്കുന്നത്? പെൺകുട്ടികളുടെ എണ്ണം തന്നിട്ട് ആൺകുട്ടികളുടെ എണ്ണം കാണാനാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ തന്നിരിക്കുന്ന വാല്യൂ അതുപോലെ എഴുതുക. എന്നിട്ട് എന്താണ്? അത് ഏത് ഫ്രാക്ഷനാണ് വരുന്നത്? പെൺകുട്ടികളുടെ എണ്ണമാണ് തന്നിരിക്കുന്നത്. അപ്പൊ അതിന്റെ ഫ്രാക്ഷന്റെ റെസിപ്രോക്കൽ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പൊ ഇൻറ്റു എന്ത് വരും? 9/5 റെസിപ്രോക്കൽ എന്ന് പറയുമ്പോൾ ഇൻറ്റു നമുക്ക് ഏതാണ് കണ്ടുപിടിക്കേണ്ടത് ആ ഫ്രാക്ഷൻ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. 4/5. തന്നിരിക്കുന്ന ഏതാണോ നമ്പർ അതിന്റെ ഫ്രാക്ഷന്റെ റെസിപ്രോക്കലും കണ്ടുപിടിക്കേണ്ടത് അതുപോലെ മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പൊ ഇവിടെ എന്താവും? 9 വെട്ടിപ്പോവാ. എന്ത് വരും? 4. ബാക്കി 4 into 4 16 ആൺകുട്ടികളുടെ എണ്ണം. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഒരു തുകയ്ക്ക് 8% നിരക്കിൽ സാധാരണ പലിശയും കൂട്ടുപലിശയും തമ്മിലുള്ള രണ്ടാം കൊല്ലത്തിലുള്ള വ്യത്യാസം 64 രൂപയാണെങ്കിൽ തുക എത്ര എന്നാണ് ചോദ്യം. അപ്പൊ എന്താണ് സാധാരണ പലിശയും കൂട്ടുപലിശയും തമ്മിലുള്ള എന്താണ് വ്യത്യാസത്തിനുള്ള ഇക്വേഷൻ എന്താണ്? P into R/100 ഹോൾ സ്ക്വയർ ആണല്ലോ. ഈ വ്യത്യാസത്തിലേക്ക് എന്ത്? വ്യത്യാസം എത്രയും തന്നിട്ടുണ്ട്? 64 തന്നിട്ടുണ്ട്. അപ്പൊ വ്യത്യാസം എത്രയാണ്? 64. ഇനി എന്താണ്? R എന്ന് പറഞ്ഞാൽ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ്. അവിടെ എന്താണ്? 8% എന്ന് തന്നിട്ടുണ്ട്. അപ്പൊ അതും കൊടുക്കാലോ. P into 8/100 ഹോൾ സ്ക്വയർ ഈക്വൽ ടു 64. അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യാം? പിന്നെ P 8 സ്ക്വയർ എന്ത് വരും? P into
8 square by 100 square equal to 64 എന്നാവും. P equal to ഇത് മേളിൽ പോകുമ്പോൾ 4 into 100 square എന്ന് പറഞ്ഞാൽ 100 into 100 by 8 square എന്താവും 64. അപ്പോൾ ഇതും കൂടെ ക്യാൻസൽ ചെയ്ത് കളയാം. ബാക്കി എന്ത് വരും? ആൻസർ എന്ന് പറയുന്നത് 10,000. അപ്പോൾ ഇന്നത്തെ 5 ചോദ്യങ്ങളിലൂടെ പൂർണ്ണമാവുകയാണ്. അടുത്ത 5 ചോദ്യങ്ങളുമായിട്ട് അടുത്ത ദിവസം കാണാം. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.